ഇനി അന്വേഷിക്കാൻ വരികയും വേണ്ട. പിന്നെ അവരുടെ അടുത്തേക്ക് ഈ ജന്മം ഞാനും എൻ്റെ മക്കളോ പോവില്ല. പിന്നെ അവരൊക്കെ അച്ഛനും അമ്മയും ചെയ്തത് അവരനുഭവിക്കും, അവരെ മക്കൾ അനുഭവിക്കും. എനിക്കങ്ങനെ ദൈവത്തിലോ ജ്യോതിഷത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ തറവാട് സംരക്ഷിക്കുന്നതിലോ അങ്ങനെയൊന്നും വിശ്വാസമില്ല ആളെയല്ല. വിശ്വാസിയായിരുന്നു, ഇപ്പോഴല്ല. ഞാനൊരു 5-10 വർഷമായിട്ട് അമ്പലത്തിലൊന്നും പോവാറില്ല. ഞാൻ ഈ കുട്ടികളെയും കൊണ്ട് ചെറുതാകുമ്പോൾ അയ്യോ ഞാനെങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഭയങ്കരമായിട്ട് വല്ലാണ്ടങ്ങ് തളർന്നു പോയ ഒരുപാട് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് പോവാൻ സ്വാതന്ത്ര്യമില്ല, ജോലിയില്ല, പൈസയില്ല, ചൂരിദാറ് വരെ ഇടാൻ സ്വാതന്ത്ര്യമില്ല, ബാഗ് എടുത്തുവിടാൻ. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ക്രൂരത, സാഡിസം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഉത്തരവാദി എന്നെ പ്രസവിച്ച അമ്മയും അമ്മേൻ്റെ ടീമും, അമ്മേൻ്റെ അമ്മാവന്മാരും എൻ്റെ ഒരു അമ്മാവനും. എന്നിട്ട് അവരൊന്നും അമ്മാമെന്നൊന്നും പറയാനൊന്നും താല്പര്യമില്ല. ആ ടീമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചോ ഏതാ ടീമെന്ന്? ഈ നാറിയ ടീം തന്നെയാണ് ദ്രോഹിച്ചത്. അവരെ ഭാര്യമാർക്കൊക്കെ നല്ല റോളും ഉണ്ട്. അപ്പം അങ്ങനെ ദ്രോഹിച്ച് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, അച്ഛൻ നല്ലൊരു മനുഷ്യനായിരുന്നു. ആസ് എ ഹ്യൂമൺ, മനുഷ്യത്വം. മദ്യപാനം എങ്ങനെയോ ഒരു കമ്പനിയിൽ കൂടിയിട്ടായതാണ്, അല്ലാതെ ആൾ എക്സ്ട്രാ ഡീസൻ്റാണ്. പിന്നെ നന്നായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ടുമില്ല, വന്നിട്ടുമില്ല. ഈ അച്ഛനെ ഇവിടെ വരാതിരിപ്പിക്കാൻ ഉണ്ടായ വേറൊരു കാര്യമുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇവരെന്നെ ചെയ്തത് ഇനി ഞാൻ പറയാം. എന്നെ ചെയ്തതൊന്നും പറഞ്ഞാൽ തീരൂല. പക്ഷെ അച്ഛനെ ഇവർ മനഃപൂർവ്വം ഇവിടുന്ന് മാറ്റി നിർത്തിയതാണെന്നുള്ളൊരു വിവരമുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മേൻ്റെ ഈ ടീം തിരുവല്ല മതിൽ ഭാഗം നെടുവമ്പറം പാലസിലൊരു തമ്പുരാന്, ഞാൻ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് മെയ് 27-ന്, കല്യാണം മെയ് 6-ന്. എന്നെ 1-2 വർഷം ഇരുത്തി. അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് 15 വയസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ 14 അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ വേണ്ട 16 തന്നെ കൂട്ടിക്കോ, അതിലും പ്രയാസമില്ല. അപ്പോൾ എന്തായി എന്ന് പറഞ്ഞാൽ, ഇവർ അങ്ങനെ ഒരു കല്യാണാലോചന വന്നു. എനിക്കൊന്നും അറിയില്ല. ഈ അമ്മേൻ്റെ ടീമും കൂടി വളരെ കൂളായിട്ട് അങ്ങനെ. പിന്നെ അമ്മ ഞാൻ പല പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുണ്ട്, എന്തിനിങ്ങനെ ചെയ്തു എന്ന്. അപ്പം അമ്മ പറഞ്ഞത്, പിന്നെ ഞാൻ ഏട്ടനോട് ഇത്ര ചെറുതാമ്പേ വേണം ഏട്ടാ എന്ന് ചോദിച്ചിനി. പിന്നെ അന്നേരം എന്നെ ഏട്ടൻ നോക്കി പേടിപ്പിച്ചിനി. എനിക്ക് പിന്നെ തിരിച്ച് പറയാനുള്ള ഒരു ഇത് ഉണ്ടായിട്ടില്ല എന്നാണ് ഒരു പ്രാവശ്യം പറഞ്ഞത്. അല്ലാണ്ടൊന്നും ഈ സ്ത്രീ എന്നോട് സമ്മതിച്ചിട്ടുമില്ല. അങ്ങനെ എന്നെ കല്യാണം കഴിപ്പിച്ചു. മെയ് 6-ന് കല്യാണം, മെയ് 27-ന് റിസൾട്ട് വന്ന് ഞാൻ പാസ്സായിട്ടുണ്ട്. 2ാം ക്ലാസ്സോടു കൂടി പാസ്സായിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പം അവിടെ പോയി ഒരു 2-മത്തെയോ 3-മത്തെയോ ദിവസം ഞാൻ ഫസ്റ്റ് കേൾക്കുന്നത്, എനിക്കൊന്നും അറിയില്ലേ, ബിഗ് സീറോ. ഞാൻ കേൾക്കുന്നത്, അയാളോട് അയാളമ്മ പറയുന്നത്, അയാൾക്കൊരു ചേച്ചിയും അയാളെ അമ്മയും. അച്ഛനിവിടെ 7 അയാൾ 2ാമത് കല്യാണം കഴിച്ചത് അയാളമ്മേനെ. അപ്പം ഞാൻ കേൾക്കുന്നത്, പഴയ സ്വഭാവം ഒന്നും എടുക്കണ്ട, അത് ചെറിയ കുട്ടിയാണ്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, പഴയ സ്വഭാവവും. അങ്ങനെ പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളുടെ അടുത്ത് കിടക്കുമോ, ഇയാൾ ഒരുമിച്ചിരിക്കുമോ, 3 ദിവസമായാലും 4 ദിവസമായാലും 5 ദിവസമായാലും എനിക്ക് താല്പര്യമില്ല. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഭയങ്കര സ്മെല്ല്, വേർപ്പും ശരീരവും വായും എല്ലാം ഭയങ്കര സ്മെല്ല്. അപ്പം നമ്മളാ കാലത്ത് ചെറുതാകുമ്പോൾ ഈ റോഡിൽ കള്ളുകൂടിയന്മാർ പോകുന്നത് കണ്ടിട്ടുണ്ട്. മറ്റെൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ, എനിക്ക് സ്മെല്ല് കാരണം ഞാൻ മാറി പോയി. പിന്നെ ഞാൻ താഴെ കിടക്കും. 2 ദിവസമായാലും 3 ദിവസമായാലും കിടക്കണമല്ലോ. അങ്ങനെ ഭയങ്കര ഈ സ്മെല്ല് സഹിക്കാൻ പറ്റാത്തപ്പോൾ എനിക്ക്
അങ്ങനെയെല്ലാം നമ്മൾ കള്ളുകൂടിയനാണ്, അന്നത്തെ എൻ്റെ വാക്കതാണ്. ആ കള്ളുകൂടിയനാണെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ എവിടെ പോയിട്ട് വൈകിട്ട് വന്നു. വന്നപ്പം അന്ന് പട്ടച്ചാരായുണ്ട്. ഭയങ്കര വൃത്തികെട്ട മണം. അത് എനിക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ മുറുക്കി. അതോ പാക്ക്, വൃത്തികെട്ട പാക്ക്. അതുകൂടാതെ സിഗരറ്റും മുറുക്കിയതും ചാരായും കൂടിയില്ല സ്മെല്ല്. സഹിക്കാൻ പറ്റാത്ത വൃത്തികെട്ട മണം. ഇത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് വിങ്ങി 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 കുഞ്ഞി ഇതല്ലേ വിങ്ങി 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 കരയുവാണ് നടന്ന്. ആ സമയത്ത് ഇയാളെ തള്ള ഒരു വാക്ക് പറയുന്നുണ്ട്, അതും എന്നോട്. ഇതൊക്കെ 10ാം ക്ലാസ് വരെ കിട്ടിയ പഠിപ്പ് അതാണ്. അവന് ഇന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, കുട്ടി വേണമെങ്കിൽ നേരെയാക്കി എടുത്തു. എന്നോട് ഫോണില്ല, കത്തെഴുതാൻ വഴിയില്ല, ഒന്നുമില്ല. അങ്ങനെ റിലേ സംവിധാനത്തിൽ, റിലേ ആണ്, താഴെയും മേലെയും മേലെയും താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ ഒരു 2 ഏക്കർ 2-3 ഏക്കർ സ്ഥലത്ത് പരന്ന് കിടക്കുന്ന ഒരു വലിയ കൊട്ടാരം. ഒരുപാട് ആത്മഹത്യയും കൊലപാതകവും അവിടെ ഒന്നും ആരുമില്ല. എല്ലാവരും അവരവരെ ഷെയറൊക്കെ വിറ്റ് പോയവർ. ഇപ്പുറത്തൊരു അമ്മേൻ്റെ അനിയത്തി, ഫ്രണ്ടിലൊരു അമ്മേൻ്റെ ചേച്ചി. അവരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ദൂരം വേറൊരു വല്യമ്മ, അങ്ങനെ ആരും ഉണ്ട്. പുറത്തോട്ട് പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലമാണ്. ഈ വീട്ടിലേക്ക് വഴിയൊന്നുമില്ല. ഇയാൾക്ക് കിട്ടിയ പറമ്പൽ ഇയാൾ വിറ്റ് കുടിച്ചിന്. ഈ വീടിന് പരിസരമില്ല, അതായത് മുറ്റത്തേക്ക് ഇറങ്ങാനില്ല. ഈ വല്യമ്മേൻ്റെ റൂം വഴി പുറത്തേക്ക് ഇറങ്ങണം. ഈ വല്യമ്മേൻ്റെ റൂം വഴി നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. റോഡില്ല. ചുമരിനോട് മുട്ടി മുഴുവൻ സ്ഥലവും വിറ്റിരിക്കുന്നത് ഇയാൾ. ഉള്ളിലൊരു ബാത്റൂമും 2 റൂമും മാത്രമുണ്ട്. അത് ഓരോരാൾക്ക് കുറച്ച് സ്ഥലവും കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗവും. കൊട്ടാരം എന്ന് പറഞ്ഞാൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന, അതിൻ്റെ ഉള്ളിൽ കൊന്നാലറിയില്ല, വിളിച്ചാലറിയില്ല. പിന്നെ ഇഷ്ടംപോലെ വ്യഭിചാര റൂമുകളുണ്ട്. ആർക്ക് വേണമെങ്കിലും വന്ന് തുറന്ന് കിടക്കാൻ പറ്റുന്ന വ്യഭിചാര റൂമുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഉപയോഗിക്കാണ്ടിട്ട്. ഇത് ഈ വ്യഭിചാര റൂമെന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. ഒരു മാസത്തിൻ്റെ ഇടയിൽ ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രണ്ട്സിനെയും കൂട്ടി കുടിച്ചിട്ട് വന്നു. അപ്പോൾ ഇയാൾ നല്ല പോസ്, കൂടെ വന്നവരൊക്കെ അത്രയില്ല. അപ്പം അതിലൊരാൾ എൻ്റെ കൈ കയറി പിടിച്ചു. ആ കൈ കയറി പിടിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ തട്ടുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല, എൻ്റെ കൈ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇയാളിങ്ങനെയെല്ലാം നോക്കിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇയാൾ അമ്മയ്ക്ക് ഇത് മനസ്സിലായിട്ട് അവരിങ്ങനെ എല്ലാവരും വിളിക്കാനെല്ലാം ഓടാൻ നിൽക്കുന്നു. എന്നെ ഉപദ്രവിച്ച പ്രശ്നമല്ലേ, ഓടാൻ ഇങ്ങനെ നിൽക്കുവാന്ന്. ഞാൻ എങ്ങനെയല്ലോ കൊതറി രക്ഷപ്പെട്ട്. പക്ഷെ എനിക്ക് എങ്ങോട്ട് പഴയ സിനിമയിലെല്ലാം കാണുന്ന രക്ഷപ്പെടാൻ അങ്ങനെ വേഗം വഴിയൊന്നുമില്ല. എല്ലാം ലോക്ക് ചെയ്തതും ഒരു 10 റൂം കഴിഞ്ഞാലൊക്കെ അടുത്ത ഒരു റൂമിലൊക്കെ എത്തും. ഒരു പ്രത്യേക അന്തരീക്ഷം, മണിച്ചിത്രത്താഴിലൊക്കെ കണ്ട പോലത്തെ വീട്. അങ്ങനെ ഞാൻ ഏതൊക്കെയോ വഴിക്ക് ഓടിപ്പോയി. ഒരു വല്യമ്മയുണ്ട്, ഒരു വല്യച്ഛനും, 2 ആളും നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല ആൾക്കാരുമായിരുന്നു. അവരുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ പോയി നിൽക്കുമെന്ന്. അപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല, പേടിച്ചിട്ട് എന്നോടൊന്നും മിണ്ടുന്നില്ല. ഞാനതൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ അവിടെയൊക്കെ നിന്ന് എങ്ങനെയല്ലോ ഇതായി. അപ്പം പിന്നെ അവിടുന്ന് കുറച്ച് കഴിയുമ്പം ഇയാളും ഫ്രണ്ട്സും അടക്കം സ്ഥലം വിട്ടു. ആ സമയത്ത് ഈ വല്യമ്മ എന്നോട് പറഞ്ഞു, കുഞ്ഞെന്നാണ് വിളിച്ചത്. കുഞ്ഞ് സ്കൂളിൽ പോകുന്ന കുഞ്ഞിനെ വീട്ടുകാരറിയാണ്ടാണോ പിന്നെ വന്നത്? പിന്നെ തൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ മാമനും വേറെ 2-3 ആളും വന്നപ്പോൾ ഇവൻ ആൾ ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ഞാനും വല്യച്ഛനും പല സ്ഥലത്തും ഇങ്ങനെ നിന്നു. പക്ഷേ ഇവൻ മീൻസ് ഈ ഹസ്ബൻഡ് അവരുടെ അടുത്തുനിന്ന് പിന്മാറാതെ റെയിൽവേ സ്റ്റേഷൻ വരെ പോയി. ഞങ്ങൾക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയിരുന്നില്ല പറഞ്ഞു കൊടുക്കാൻ. അവരാണെങ്കിൽ നമ്മളെ കണ്ട അന്വേഷിക്കണം.
അവരെ അന്വേഷിക്കുന്നില്ല, ഞങ്ങൾ മുന്നിൽ പോയി നിന്നു. എന്നിട്ടൊന്നും അവരാരോടും ഒരു കടയിൽ പോലും ചോദിച്ചില്ല. ഒരു അയ്യപ്പൻ പിള്ളേൻ്റെ കടയുണ്ടായിരുന്നു മുന്നിൽ, അവിടെയും കൂടി ചോദിച്ചില്ല എന്ന് പറഞ്ഞു എന്നോട്, സങ്കടപ്പെട്ടിട്ട്. എന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞത്, തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെയുള്ള നേഴ്സുമാരാ ഇവിടെ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ഏജൻ്റാണ് തന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതായത് സെക്സ് വർക്ക് ചെയ്താൽ ഇയാൾ ഏജൻ്റായിരുന്നു കസ്റ്റമേഴ്സ് വരുമ്പോൾ. അപ്പം ഇയാളെ റൂം, ഞാൻ പറഞ്ഞില്ലേ കുറേ റൂമുകളുണ്ട്, ആ റൂം തരപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്കൊരു കമ്മീഷൻ ഉണ്ട്. അങ്ങനത്തെ ആക്കെ ഇവരെന്നെ വിറ്റിരിക്കുന്നത്, എൻ്റെ വീട്ടുകാർ, എൻ്റെ അമ്മയും അമ്മേൻ്റെ ആൾക്കാരും കൂടി വിറ്റിരിക്കുന്നത്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു, ഈ വല്യമ്മ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു എന്ന്. എനിക്ക് രക്ഷപ്പെടാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ട്രെയിൻ കയറുന്നത് അന്നേരമാണ്. ഫോണില്ല, കത്തെഴുതിയ പോസ്റ്റ് ചെയ്യാൻ ആളില്ല. എനിക്ക് ആ 3 ഏക്കറിൻ്റെ നടുക്കുന്ന് തെക്ക് വടക്ക് കിഴക്ക് ഒന്നും അറിയില്ല. പിന്നെ ഇവനെ പേടിച്ചിട്ട് വീട്ടിൽ അയാളെ ബന്ധുക്കൾ ആരും ലോഹ്യമില്ല. ആകെയുള്ളത് ഫ്രോഡ് ഫ്രണ്ട്സ്. പിന്നെ വേറൊരു മെയിൻ ഹോബി എന്താന്ന് പറഞ്ഞാൽ പിന്നെ ബെറ്റടിച്ചിട്ട് ചാരായം കുടിക്കലും തല്ലാൻ പോലും. പിന്നെ 25-30 ദോശയൊക്കെ ഒരു ഇരിപ്പിൽ കഴിച്ചിട്ട് പിന്നെ അതായത് ഇപ്പോൾ ആ ആളെ പോയി അടിച്ചിട്ട് വാന്ന് പറഞ്ഞാൽ ഒരു 25 ദോശയും ചാരായം ഉണ്ട് പറഞ്ഞാൽ അവനാരും പോയിട്ട് അടിക്കും. അങ്ങനത്തെ ഒരാൾ. എന്നിട്ട് എന്നോട് നേരെയൊക്കെ എടുത്തോളാനാണ് പറഞ്ഞത്. അങ്ങനെ എനിക്ക് ഈ വല്യമ്മ രക്ഷപ്പെടാൻ പറഞ്ഞപ്പോൾ അല്പബുദ്ധിയിൽ രക്ഷപ്പെടണം എന്നുണ്ട്. എങ്ങനെയെന്നുള്ളത് ഒരു ഐഡിയയും ഇല്ല. ഇയാളെ തള്ള കുറച്ച് ഫുഡ് ഉണ്ടാക്കും രാവിലെ. പിന്നെ ഇയാൾക്ക് അങ്ങനെ വീട് അങ്ങനത്തെ ഉത്തരവാദിത്വമൊന്നുമില്ല, ഫുൾ ടാങ്ക്. അങ്ങനെ പിന്നെ ഒരു 2-3 മാസം കഷ്ടിച്ച് നിന്നിട്ടുണ്ടാവും, അത്രേ എൻ്റെ മെമ്മറിയിലുള്ളൂ. പിന്നെ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, എന്നും വൈകുന്നേരം കറക്റ്റ് ടൈമാകുമ്പോൾ നമ്മളെ പ്ലേ സ്കൂളെല്ലാം വിട്ടാലോ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടാക്കിയാലോ കരയാൻ തുടങ്ങുമല്ലോ ഒരു നേർച്ച പോലെ. ഞാൻ കറക്റ്റ് ഒരു 4-5 മണി നമ്മളൊരു പകലത്തെ മൂഡ് മാറും. ഒന്നാമത് രാത്രിയായ ഇയാളെ കൂടെ കിടക്കണം, നാളെ കൂടെ കിടക്കണം. പിന്നെ സെക്ഷുവലി ഭയങ്കര ക്രൂരമായിട്ട് ആക്രമിക്കുമായിരുന്നു. അതിൽ വിനോദം കണ്ടെത്തുന്ന ആളാണ്. പിന്നെ എനിക്ക് അമ്മേനെ കാണാത്ത സങ്കടം നല്ലോണമുണ്ട്. അവിടെ മാറി നിന്നിട്ടല്ലോ. പിന്നെ വല്ലാത്തൊരവസ്ഥ. അപ്പം ഞാൻ കറക്റ്റ് 4-5 മണിയാകുമ്പോൾ കരയാൻ തുടങ്ങും. ഒരു ചടങ്ങ് പോലെ ഞാൻ അങ്ങ് കരയും. അമ്മേനെ കാണണം, എൻ്റെ വീട്ടിൽ പോകണം, അമ്മേനെ കാണണം, ഇങ്ങനെ കരയും. ഈ കരയുന്നത് ഇവനും ഇവൻ്റെ അമ്മയും ഒന്നും മൈൻഡ് ചെയ്യൂല. പക്ഷെ കരയുന്നതെല്ലാം തൊട്ടപ്പുറത്തെ റൂമിൽ ആ വല്യമ്മ കേൾക്കും. അപ്പം ഇവൻ പുറത്തേക്ക് പോകുന്നത് ഈ വല്യമ്മേൻ്റെ ഒരു ഇടനാഴിയിലായതുകൊണ്ട് അവർ കറക്റ്റ് കാണും. പിന്നെ അവരെനിക്ക് എന്തെങ്കിലും ഫുഡ് തരുമോ എന്നെ വിളിച്ച് തരുമോ ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. അപ്പം ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ തളർന്നിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് പാലും വെള്ളവും പഴവും ഒക്കെ വിളിച്ച് തന്നു. അപ്പോൾ അപ്പോഴ് എന്നോട് ചോദിക്കും, എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നതെന്ന് ചോദിക്കും. പിന്നെ ആ വല്യമ്മേൻ്റെ അടുത്ത് അന്ന് ലാൻഡ് ഫോൺ ഉണ്ട്, അവരൊക്കെ വലിയ ടീമാണ്. അന്ന് എന്തോ ഇങ്ങനെ കറക്കി വിളിക്കുന്നതുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വിളിക്കാൻ നമ്പറില്ല. ഇന്നിവിടെ പാർട്ടി ഓഫീസിലെ ഫോൺ ഉണ്ടെന്ന് തോന്നുന്നു, നമ്മൾ അത്രയൊന്നും ചിന്തിക്കുന്നില്ല. ആ വല്യമ്മേൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ആ നാട്ടിലുള്ളവരൊക്കെ വന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നതും അങ്ങോട്ട് വിളിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് യൂസ് ചെയ്യാനും അറിയില്ല. അതായത് ഇപ്പുറത്തെ ഈ തലയിലില്ലല്ലോ ഫോൺ. അങ്ങനെ ഞാൻ എപ്പോഴും കരയും. അങ്ങനെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു 2 മാസത്തെ കരച്ചിൽ.
ആ 2 മാസത്തെ കരച്ചിലിൻ്റെ ഇടയിൽ റേപ്പ്, ശരിക്കും ഇന്നത്തെ പോക്സോ, പിന്നെ ചാരായം കുടിച്ച് തെരഞ്ഞ് മറിഞ്ഞ് ഒരു പണിക്ക് പോവാതെ വീർത്തികെട്ട് നാറി തൂറി നടക്കുന്ന രംഗങ്ങൾ ഞാനിങ്ങനെ കാണുന്നു. പിന്നെ അതിൻ്റെ ഒരു വീടപ്പുറത്ത് ഒരു ബന്ധു വിറ്റ ദിക്കിൽ ഒരു ഫാമിലി നിൽക്കുന്നുണ്ട്. അയാളൊരു മ്യൂസിക് പഠിപ്പിക്കുന്ന മാഷായിരുന്നു അന്ന്. അയാളുടെ അടുത്ത് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം അയാൾ കുറച്ച് അർമാദിക്കുന്ന ടീമാണ്. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇയാൾ വൈകുന്നേരം ഒന്നുമില്ലെങ്കിൽ അവിടെ ഇരിക്കും. അന്നേരം ഇയാളെ തള്ളി അങ്ങ് തുടങ്ങും. ഗോപാലകൃഷ്ണൻ എന്ന് മറ്റേ പറഞ്ഞൊരു മാഷ്, ഇന്ന് ഓർമ്മയുണ്ട്. അയാളുടെ അടുത്തേക്ക് ഇയാൾ പോകുമ്പോൾ ഈ അമ്മ ഭയങ്കര പ്രശ്നമാക്കും. പിന്നെ ഇയാളെ തൊട്ടപ്പുറത്ത് ഒരു കുട്ടികളില്ലാത്തൊരു ഇയാളൊരു ചെറിയമ്മയും ഭർത്താവും ഉണ്ട്, ഇപ്പുറത്തെ വല്യമ്മ. അവരടുത്ത് ടി വി ഉണ്ട്. അപ്പം ഈ ചിത്രജാലകമോ എന്തോ ഒരു മലയാളം പാട്ടിൻ്റെ പരിപാടി അത് വെക്കും. ആ സമയത്ത് ഞാൻ അവിടെ പോയിരിക്കും. പക്ഷേ ഇയാൾ എന്നോട് പറയുന്നത് ആ ചെറിയമ്മേൻ്റെ ഭർത്താവ് ആളത്ര ശരിയല്ല, അവിടെ പോകാൻ പാടില്ല എന്ന്. ആകെ ഈ ജയിലിൽ നിന്നുള്ള മോചനം അതുമല്ല, ഞാൻ കരയുമ്പോൾ അവരും വിളിക്കും ഇവിടെ വന്നിരിക്കുക എന്ന് പറയും. പിന്നെ അവരെ കുറേ പൂർവ്വകാല കഥകളൊക്കെ ഞാൻ ഇങ്ങനെ കേൾക്കണം. ഈ ചെറിയ ഞാൻ അവരെ അവർ FCI നിന്ന് റിട്ടയർഡ് ആയതാണ്. അപ്പം വലിയ പെൻഷനും സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പലിശക്ക് കൊടുക്കുന്നൊക്കെ ആളാണ്. അത്യാവശ്യം ആയുർവേദ ചികിത്സയൊക്കെ ഉണ്ട്. അപ്പം അയാൾ എനിക്ക് മുടി വളരാനും എന്നിങ്ങനെ അയാൾക്ക് ക്യൂട്ട്നെസ്സാണ് തോന്നിയത്. എൻ്റെ അടുത്ത് അയാളൊന്നും മോശമായിട്ട് പെരുമാറിയിട്ടുമില്ല. പിന്നെ ഈ ലേഡിയും അങ്ങനെ തന്നെ, അവർ പണ്ടെങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ എന്നിങ്ങനെ ഓമനിക്കും അവരെല്ലാം. അപ്പോൾ ഈ നിരന്തരമായ എൻ്റെ ഈ കരച്ചിൽ കാരണം തൽക്കാലം അവിടുന്ന് ഞാൻ വണ്ടി കയറിയപ്പോൾ ട്രെയിൻ കയറി ഇവിടെ വന്നു. ഇയാളും വന്നു. ഇയാൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പോകുന്നില്ല. ഇവിടെ അത്യാവശ്യം കമ്പനിയൊക്കെ തപ്പി നോക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഇന്ന പോലെയൊക്കെയാണ് സംഭവം എന്ന്. അത് മാത്രമല്ല, ഞാൻ 1.5 മാസം പ്രഗ്നൻറ്റുമാണ്. അതും അമ്മയോട് പറഞ്ഞു. ഇങ്ങനെ സംഭവം എന്നാന്ന് അറിയില്ല എന്നല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇയാളെല്ലാം ഏറ്റവും സെറ്റ് പറഞ്ഞുതരും. എന്നെപ്പോലെ തന്നെ ആയി അല്ലേ എന്ന് ചോദിച്ചിട്ട് അമ്മ കരഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു, എനിക്കന്നേരം അങ്ങനെ വിഷമമൊന്നും തോന്നിയില്ല. അന്നേരം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ആൾക്കാർ ചെയ്ത പണിയല്ലേ, അനുഭവിച്ചു എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ എൻ്റെ അമ്മേനെ ഞാൻ ഡയറക്റ്റ് അമ്മ, അതായത് അമ്മേ നിങ്ങളിങ്ങോട്ട് വരുമോ, അമ്മ അത് ചെയ്യുമോ, അമ്മ ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് 32 വർഷം എൻ്റെ പ്രസവിച്ച അമ്മ ബന്ധുക്കളെ കൂടെ ചാരായം കുടിയന് വിറ്റുന്നില്ല തിരിച്ചറിവ് എനിക്കുണ്ടായി മുതൽ ഞാൻ എൻ്റെ പ്രസവിച്ച അമ്മേനെ അമ്മ എന്ന് വിളിക്കാറില്ല. ആ ആളെ കൂടെ തന്നെ താമസിക്കുന്നത്. പിന്നെ അന്ന് വന്ന മുതൽ ഇന്ന് വരെ ഇവിടെ തന്നെയാണ്. രക്ഷപ്പെടാൻ പലവട്ടം നോക്കിയിട്ടുണ്ട്, പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ മക്കളെ നോക്കിയത് അവർ ചെയ്ത തെമ്മാടിത്തരത്തിൻ്റെ ബാലൻസാണ്, അല്ലാതെ ഞാൻ ഒളിച്ചോടിയിട്ട് മക്കളെയും കൊണ്ട് വന്നതൊന്നല്ല. പിന്നെ അയാൾ ഇവിടുന്ന് പോന്നു. പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട്, അതും ഈ അമ്മയും അമ്മേൻ്റെ ടീമും തന്നെ മധ്യസ്ഥം. ഒരു മോളാണ്, അതിനെ മര്യാദയ്ക്ക് നോക്കണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ട് മധ്യസ്ഥത്തിന് കൊണ്ടുവന്നിട്ട് ഇവിടെ 1 മാസം താമസിച്ച് പോയാൾ ഇന്നും വന്നിട്ടില്ല. അപ്പോഴാണ് മോനെ പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ അങ്ങനെ 2 മക്കളുണ്ട്. അവൻ പല പെണ്ണുങ്ങളെ കൂടെ മാറി താമസിച്ചിട്ട് ഇപ്പോൾ ഒരു ലേഡീൻ്റെ കൂടെ താമസിക്കുന്നത്. പിന്നെ പല പ്രാവശ്യം അതിന് ശേഷം ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ പിന്നെ അത്
നാളെയും പട്ടച്ചാരായം കുടിച്ചിട്ട് എൻ്റെ നാറയെ എൻ്റെ അമ്മയും എൻ്റെ അമ്മേൻ്റെ ആൾക്കാരും കൂടി ഇവനെ കൊണ്ടുവന്നിട്ട് പിന്നെയും മക്കളുണ്ടായിക്കൂടാന്ന് ഒരു 19-20 വയസ്സാകുമ്പോൾ അത്രപ്പോൾ എനിക്ക് വിവരം കിട്ടി. ഉടനെ ഞാൻ പോയി ലീഗലി ഡിവോഴ്സ് വാങ്ങി. എക്സ്പെർട്ട് വിധി വന്നു, ഞാൻ ഡിവോഴ്സ് വാങ്ങി. പിന്നെ വരൂലല്ലോ, ഇല്ലെങ്കിൽ ഇവർ പിന്നെ ഇവനെ കൂട്ടിക്കൊണ്ടുവന്ന് മക്കളെ ഉണ്ടാക്കിക്കും. ഇവൻ വരുംതോറും മക്കളുണ്ടാവുന്നതിന് ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇവർക്ക് ഇവിടെ ജോലി ചെയ്യാതെ വീട്ടുജോലിക്ക് ആളെ കിട്ടുമല്ലോ. ചിലരുമടത്തിൽ വീട്ടുജോലിക്ക് ആളെ കിട്ടുമല്ലോ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതിലെല്ലാം ഒന്നാം പ്രതിയാണ് ഇന്ന് എൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ അമ്മ. മനസ്സിലായോ? ആ ലേഡിക്ക് കച്ചവടം ലാഭമാണ്. എനിക്കവർ ഈ ഒരു കല്യാണം കഴിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ എനിക്ക് യാതൊരുവിധ ഔദാര്യം ഞാൻ അവരത് പറ്റിയിട്ടില്ല. എൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ സ്ഥലം തന്നിട്ടുണ്ട്. ഞാൻ അതിലൊരു വീട് വെച്ചു. ഞാൻ റിട്ടയർഡ് ആവുന്ന സമയത്ത് മോനെ എഴുതി കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് മാറും. എനിക്ക് ഇവരെ ഔദാര്യത്തിന് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് വീടൊക്കെ ഞാൻ കെട്ടിയതാണ്. സ്ഥലം അമ്മേൻ്റെതാണ്. സ്ഥലം അമ്മ തന്നത് എനിക്കല്ല, മക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അത് മക്കളെടുത്തോട്ടെ, എനിക്ക് ആവശ്യമൊന്നുമില്ല. അവരെ ആൾക്കാർ കാരണം ഉണ്ടാക്കിയ മക്കൾ, ഞാൻ പ്രേമിച്ച് പോയിട്ട് ഉണ്ടാക്കിയതൊന്നല്ല. അപ്പം നല്ല 1ാം ക്ലാസ് പട്ട ചാരായം കുടിക്കുന്ന സെക്സ് റാക്കറ്റ് ഉള്ള സെക്സ് വർക്ക് ചെയ്യുന്ന ഏജൻറ്റിന്, ഒരു സെക്സ് വർക്ക് ചെയ്യുന്ന ഏജൻറ്റിന് പിന്നെ അയാൾ മദ്യപിച്ച് മറ്റുള്ളവരും കൂട്ടി വരുന്ന ഒരുത്തന് 15ാമത്തെ വയസ്സിൽ എന്നെ വിറ്റ ടീമാണ് ഇവിടെ ഉള്ളതും എൻ്റെ ഏറ്റവും അടുത്ത അയൽവാസികളായ ബന്ധുക്കളും. അത് ആരുമില്ലാണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ അത് ആഘോഷിച്ച തെമ്മാടികളാണ് ചില ചോട്ട ഇന്നത്തെ വലിയ ചാപ്പ ചീറ സെക്രട്ടറിയും മറ്റേ സെക്രട്ടറിയും സഖാക്കന്മാരും കുറച്ച് ചോട്ട പൂമക്കളാണ്. അന്ന് എൻ്റെ അനാഥത്വവും എൻ്റെ മക്കളെയും കൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ വാതിൽ മുട്ടും, കാണുമോ വരുമോ എന്ന് തരുമോ എന്ന് ചോദിച്ച ചെറ്റ തെമ്മാടികളാണ് ചില ബന്ധുക്കളും ചില നാട്ടുകാരായ സഖാക്കന്മാരും. അതുകൊണ്ട് ഈ ഭൂമിയിൽ സൂര്യൻ ഉദിക്കും അസ്തമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്ട്രോക്ക് വരുന്നില്ലെങ്കിൽ, മെമ്മറി പോകുന്നില്ലെങ്കിൽ, ഇതൊക്കെ പകരം ചോദിച്ചിട്ടും മനസ്സുകൊണ്ട്, ശാരീരികമായിട്ട് ആരോടും ഫൈറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, മനസ്സുകൊണ്ട് പകരം ചോദിച്ചിട്ടും ഇതുപോലെയുള്ള വീഡിയോസ് ഇട്ടിട്ടും എനിക്കും കുറച്ച് സമാധാനിച്ചേ പറ്റൂ. മറ്റേ ദേവാസുരത്തിൽ തന്നെയോ മോഹൻലാലോട് പറയുന്നുണ്ടല്ലോ രേവതി, എപ്പോഴും എനിക്കങ്ങനെ തോറ്റു തരാൻ താല്പര്യമില്ല, ഈ തവണയെങ്കിലും ഞാനൊന്ന് ജയിച്ചോട്ടേന്ന്. അതുകൊണ്ട് ഇനി എനിക്ക് കിട്ടുന്ന ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ഞാനും ഒന്ന് ജയിച്ചോട്ടെ. ഒരുപാട് കാര്യങ്ങൾ പച്ചക്ക് പറഞ്ഞു തരാം. ഇവിടെ കല്യാണം കഴിച്ചവരത്, എൻ്റെ അടുത്ത ബന്ധുക്കളത്, നാട്ടുകാരത്, കൂടപ്പറപ്പുകളത്, എല്ലാം ഞാൻ പറഞ്ഞു തരാം. പിന്നെ അതിൻ്റെ മേലെ എന്ത് വരേക വന്നാലും ഞാനത് ശിരസാ വഹിക്കാൻ തയ്യാറാണ്. കാരണം അടിച്ചൊക്കെ മറക്കും, കൊണ്ടാക്കെ മറക്കൂല. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കേട്ട അച്ഛൻ, ആ ആൾ ചെയ്ത് മക്കളെ ഉണ്ടാക്കിയിട്ട് പോയ ആ അനാഥാവസ്ഥ എൻ്റെ വീട്ടുകാർ എന്നിലൂടെ വീണ്ടും മുതലെടുത്തു. അതിലെ 1ാം പ്രതിയാണ് എന്നെ പ്രസവിച്ച അമ്മ. സ്വന്തം പ്രസവിച്ച അമ്മ വീട്ടുകാരും കൂടി കൂട്ടിയിട്ട് ഒരു സെക്സ് റാക്കറ്റിൽ പെട്ട ഒരു ഏജൻറ്റിനാണ് എന്നെ വിറ്റത്. വിത്ത് എവിഡൻസ്, വിത്ത് പ്രൂഫ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്താം. ഒരാളെ വിദ്യാഭ്യാസ യോഗ്യതയും കൂടി അന്വേഷിക്കേണ്ട എന്നെ വിറ്റ ടീമാണ്. ബാക്കിയും കൂടി ഞാൻ പറയും, ഞാൻ പറഞ്ഞിട്ടേ മരിക്കൂ.
പിന്നെ എന്നെ ഇങ്ങനെ ചെയ്തതല്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരെയും ഒന്നും മനഃപൂർവ്വമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും ഒന്നും മനഃപൂർവ്വമൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഈ സ്ത്രീ എന്നോട് എപ്പോഴും പറയാറ്. പക്ഷേ എൻ്റെ മക്കൾ പൊന്നു പോലെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കച്ചവടം ലാഭം തന്നെയാണ്. ബാക്കി തുടരും.